തൃശൂർ കുതിരാനിൽ ഒറ്റയാനെ തുരത്താനുള്ള ആദ്യഘട്ട ദൗത്യത്തിന് തുടക്കം. ഒറ്റയാനെത്തുന്ന ജനവാസ മേഖലയിൽ കുങ്കികളെ ഇറക്കി. തൃശൂരിലെ കുതിരാനിൽ ഒറ്റയാനെ തുരത്താനുള്ള ആദ്യഘട്ടത്തിന് തുടക്കമായിരിക്കുന്നു. ഒറ്റയാൻ എത്തിയിരിക്കുന്നത് ജനവാസ മേഖലയിലാണ്. ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയിരിക്കുന്ന ഒറ്റയാനെ തുരത്താനായിട്ടായി കുങ്കികളെ ഇറക്കിയിട്ടുണ്ട്. തൃശൂർ കുതിരാനിലാണ് ഒറ്റയാൻ ഇറങ്ങിയത്. ഈ ഒറ്റയാനെ തുരത്താനാണ് ആദ്യഘട്ട ദൗത്യത്തിന് തുടക്കമായിരിക്കുന്നത്. ഒറ്റയാനെ തുരത്താൻ മേഖലയിൽ കുങ്കികളെ ഇറക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാനെ തുരത്താനാണ് കുങ്കികളെ ഇറക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ഈ കുങ്കികളെ ഇറക്കിയിട്ടുള്ള ആദ്യ ദൗത്യത്തിനാണ് അല്പം മുമ്പ് തുടക്കമായത്. ഈ കുങ്കികളെ ജനവാസ മേഖലയിൽ കൂടെ നടത്തിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇന്നലെ പുലർച്ചെയാണ് വയനാട്ടിൽ നിന്നും വിക്രം, ഭരത് എന്നീ രണ്ട് കുങ്കി ആനകളെ കുതിരാനിൽ എത്തിച്ചത്. ഈ പ്രശ്നക്കാരനായ ആനയെ തുരത്തുക എന്ന ലക്ഷ്യവുമായി. പക്ഷെ ഇന്നലെ രാത്രി വരെ ഒരു ആക്ഷനിലേക്കും കടക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് രാവിലെയാണ് വനം വകുപ്പ് ഈ കുങ്കികളെ ജനവാസ മേഖലയിലൂടെ ഇറക്കി നടത്തിക്കാനുള്ള ഒരു നടപടിയിലേക്ക് കടന്നത്. ഇപ്പോൾ അത് തുടരുകയാണ്. മാത്രമല്ല, വനമേഖലയിലേക്ക് ഉൾപ്പെടെ കുങ്കികളെ ഇറക്കി പരിശോധിക്കും. ഒറ്റയാനെ കണ്ടെത്തുക എന്നത് മാത്രമാണ് ലക്ഷ്യം. മറ്റൊരു ഗൗരവപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട്. അതായത് ഈ ഒറ്റയാൻ മതപ്പാടിലാണെന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ഒരു നടപടിയിലേക്ക് തുരത്തുക എന്നുള്ള നടപടിയിലേക്ക് ഒരുപക്ഷെ വനം വകുപ്പ് കടക്കില്ല. ആനയെ ഉചിതമായ സ്ഥലത്ത് കിട്ടിയാൽ മാത്രമേ തുരത്താനുള്ള നടപടികളിലേക്ക് കടക്കൂ. കാരണം ഈ മതപ്പാടിൽ ആന ഉള്ളതിനാൽ ആനയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ വനം വകുപ്പിന് ആശങ്കയുണ്ട്. ഈ കുങ്കികളെ വെച്ച് ഈ മതപ്പാടിലുള്ള ഈ ഒറ്റയാനെ തുരത്തിയാൽ ഒരുപക്ഷെ മതപ്പാട് ഉള്ളതിനാൽ ആന തിരിച്ച് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ആശങ്കയുണ്ട്. എന്തായാലും ഉചിതമായ സ്ഥലത്ത് ഈ ആനയെ വനത്തിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ ജനവാസ മേഖലയിൽ എവിടെയെങ്കിലും ആനയെ കിട്ടിയാൽ തുരത്താനുള്ള നടപടികളിലേക്ക് വനവകുപ്പ് കടക്കും. ഇന്നലെ ഈ ജനവാസ മേഖലയിലേക്ക് ഒന്നും ഈ ഒറ്റയാൻ എത്തിയിരുന്നില്ല. ഒരുപക്ഷെ കുങ്കികളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് അറിയിക്കുന്നത് കൂടി ഈ ആനയെ നടത്തിക്കുന്നതിലൂടെ വനംവകുപ്പ് ലക്ഷ്യം വെക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കുങ്കിയാനകൾ, ഇത്തരത്തിൽ രണ്ട് കുങ്കിയാനകൾ ഈ പ്രദേശത്ത് ഉണ്ടെങ്കിൽ ഈ ഒറ്റയാൻ ഒരുപക്ഷെ ഈ പ്രദേശത്തേക്ക് വരാതിരിക്കാനുള്ള കാരണം കൂടി അത് ആകും. എന്തായാലും ആനയെ കണ്ടെത്തുക എന്നുള്ളൊരു ലക്ഷ്യം ഈ കുങ്കിയാനകളെ നടത്തിക്കുന്നതിന്റെ ഭാഗമായി വനം വകുപ്പിനുണ്ട്. മാത്രമല്ല, ഇന്ന് ആനയെ കണ്ടെത്താനായി ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ച് പരിശോധനയും ആ മേഖലയിൽ നടത്തും. നമുക്കറിയാം, വളരെ പ്രശ്നക്കാരനായിട്ടുള്ള ഒരു ആനയാണ് ഈ കുതിരാനിലെ ഈ ആന. കുറച്ച് ദിവസങ്ങളായി അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെ സൃഷ്ടിക്കുന്ന ആനയാണ്. നമുക്കറിയാം, വനംവകുപ്പ് വാച്ചറായിട്ടുള്ള ഒരു ബിജു എന്ന് പറയുന്ന ഒരാളെ കാട്ടാന ആക്രമിക്കുന്ന ഒരു സാഹചര്യം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുണ്ടായി. അദ്ദേഹത്തിന്റെ കാലൊടിഞ്ഞു ആക്രമണത്തിൽ. കാലിന്റെ എല്ലിന് പൊട്ടലേറ്റു, തോളിന് പരിക്കേറ്റു. പിന്നീട് അടുത്ത ദിവസം വനംവകുപ്പിന് തന്നെ ഒരു ജീപ്പ് തകർക്കുന്ന ഒരു നടപടിയിലേക്ക് ആന കടന്നു. 2 ദിവസം മുൻപ് രാത്രി ഏറ്റവും ഒടുവിൽ ഈ ഒറ്റയാൻ ജനവാസ മേഖലയിൽ ഇറങ്ങിയപ്പോൾ രാത്രി ഒരു വീടിന്റെ ഇരുമ്പ് തൂണ് തകർക്കുന്ന ഒരു നിലയിലേക്ക് എത്തി. ഇതോടെയാണ് വനംവകുപ്പ് അടിയന്തരമായി തന്നെ വയനാട്ടിൽ നിന്നും ഈ കുങ്കി ആനകളെ എത്തിച്ച് ഈ ആനയെ കാട് കയറ്റാനുള്ള ഒരു നടപടിയിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഈ ഒറ്റയാന്റെ ഈ ആക്രമണത്തിൽ പ്രതിഷേധിച്ച ആ മേഖലയിൽ വലിയ പ്രതിഷേധമായിരുന്നു അവിടുത്തെ നിവാസികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെക്കുന്ന സാഹചര്യമുണ്ടായി, ജനപ്രതിനിധികളെ തടഞ്ഞു വെക്കുന്ന സാഹചര്യമുണ്ടായി. ഇതൊക്കെ വാർത്തയായതുകൂടി ദിവസങ്ങൾക്ക് മുൻപ് വനം മന്ത്രി അവിടെ സന്ദർശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. വനം മന്ത്രി AK ശശീന്ദ്രൻ അവിടുത്തെ പ്രദേശവാസികളുമായി ചർച്ച നടത്തി. അതോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ആനയെ തുരത്താം എന്നുള്ള ഒരു നടപടിയിലേക്കൊക്കെ വനം വകുപ്പ് കടന്നത്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇന്നലെ പുലർച്ചെ വയനാട്ടിൽ നിന്നും വിക്രം, ഭരത് എന്നീ രണ്ട് കുങ്കി ആനകൾ എത്തിച്ച് പ്രദേശത്ത് നിലയുറപ്പിച്ച് നിർത്തിയിരുന്നത്. ഈ ദൗത്യം ഇപ്പോൾ അല്പം മുമ്പ് ആരംഭിക്കുകയും ചെയ്തു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്, ദൗത്യസംഘം കൂടെയുണ്ട്. ആ ദൃശ്യങ്ങളിൽ കാണാം, ആനയെ ജനവാസ മേഖലയിലൂടെ നടത്തിക്കുകയാണ് രണ്ട് കുങ്കി ആനകളെ. ഈ കുങ്കി ആനകളെ നടത്തിക്കുന്നതിന്റെ ഉദ്ദേശം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കുങ്കി ആനകളുടെ സാന്നിധ്യം ഈ മേഖലയിലുണ്ട് എന്നത് ഈ ഒറ്റയാനെ ബോധ്യപ്പെടുത്തുക എന്നതും ഈ ഒറ്റയാനെ കണ്ടെത്തുക എന്നതും രണ്ട് ലക്ഷ്യങ്ങളാണ് ഇതിന്റെ പുറകിലുള്ളത്. ഈ കുങ്കി ആനകളെ ഈ വനമേഖലയിലൂടെ ഒക്കെ നടത്തി ഈ ഒറ്റയാനെ കണ്ടെത്തുകയാണെങ്കിൽ തുരത്താനുള്ള നടപടിയിലേക്കൊക്കെ കടക്കും. അതും സാഹചര്യവും സ്ഥലവും അനുകൂലമാണെങ്കിൽ മാത്രം. എന്തായാലും കുങ്കി ആനകളെ പ്രദേശത്ത് കൂടെ ഈ ഒറ്റയാനെ തപ്പിയുള്ള നടത്തത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട നാട്ടുകാരും ഒക്കെ ഉള്ളത്. എന്തായാലും ആ ദൗത്യം ഇപ്പോഴും തുടരുകയാണ്. ആനയെ എപ്പോൾ വേണമെങ്കിലും
കണ്ടെത്തിയാൽ മാത്രമേ അടുത്ത ഘട്ട നടപടിയിലേക്ക് കടക്കൂ. പ്രാഥമികമായി വനം വകുപ്പ് ലക്ഷ്യം വെക്കുന്നത് ഈ കുങ്കിയാനകളെ തുരത്തി കാട് കയറ്റി വിടുക എന്ന് തന്നെയാണ്. അതിന് മാത്രം കഴിയാതെ വരുന്ന ഒരു ഘട്ടത്തിലേക്ക് മാത്രമായിരിക്കും ഒരുപക്ഷെ മയക്കുവെടി എന്ന അടുത്ത ഘട്ടത്തിലേക്കൊക്കെ വനം വകുപ്പ് ചിന്തിക്കും. അതിന് ഒരുപാട് നടപടിക്രമങ്ങൾ ഉണ്ട്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റേത് ഉൾപ്പെടെയുള്ള അനുമതി വേണം. ആനയുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കണം. ആരോഗ്യസ്ഥിതി പൂർണ്ണ ആരോഗ്യവാനാണെങ്കിൽ മാത്രമേ മയക്കുവെടി എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കൂ. പ്രാഥമികമായി ആനയെ തുരത്തി പീച്ചി വനമേഖലയിലേക്ക് തന്നെ കയറ്റിവിടുക എന്നതാണ് പ്രധാനമായും വനംവകുപ്പ് ലക്ഷ്യം വെക്കുന്നത്. അരുണിമ. ശരി, വ്യക്തമാണ്. തൃശൂർ കുതിരാനിൽ ഒറ്റയാനെ തുരത്താനുള്ള ആദ്യഘട്ട ദൗത്യത്തിന് തുടക്കമായിട്ടുണ്ട്. ഒറ്റയാനെത്തുന്ന ജനവാസ മേഖലയിൽ കുങ്കികളെ ഇറക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്.